മന്ത്രിയായിരുന്ന എ.കെ. ശശീന്ദ്രൻ പദവിയും സ്വാധീനവും ദുരുപയോഗിച്ച് നിസ്സഹായരായ സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ പോരാ, പൊതുജീവിതത്തിൽ നിന്ന് തന്നെ നിഷ്ക്രമിക്കണം. പക്ഷേ അങ്ങനെ ഉണ്ടായി എന്ന് തെളിയിക്കാൻ അപര്യാപ്തമാണ് ഇന്ന് പുറത്തു വന്ന ഫോൺ സംഭാഷണം. ഉഭയസമ്മതത്തോടെയുള്ള സ്വകാര്യ സംഭാഷണമായിരുന്നുവെങ്കിൽ എ.കെ. ശശീന്ദ്രൻ എന്ന മനുഷ്യനോട് ചെയ്ത ഒരു വാക്കുകൊണ്ടും ന്യായീകരിക്കാനാകാത്ത കൊടുംപാതകമാണിത്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുമേൽ, സ്വയം നിർണയാവകാശത്തിനുമേൽ, ലൈംഗികതയ്ക്കുമേൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള അവകാശം ആർക്കുമില്ല. എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. അധാർമികത മന്ത്രിയുടേതോ മാധ്യമങ്ങളുടേതോ? ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയ എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. നിരപരാധിത്വം തെളിയിക്കാൻ അന്വേഷണം വേണമെന്ന് ശശീന്ദ്രന് കുരുക്കായത് സ്ത്രീയുമായുള്ള വ്യക്തിപരമായ സംഭാഷണം ചോർന്നത്. പുതിയ മന്ത്രി ഉടനില്ലെന്ന് സൂചന. ജിഷ കേസ് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വിജിലൻസ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പാളിച്ചയുണ്ടായി. എഫ്ഐആർ തയ്യാറാക്കുന്നതിൽ ജാഗ്രത കാട്ടിയില്ല. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിനോട് പ്രതികരിക്കാതെ DGP. CPIM സംസ്ഥാന സമിതിയിൽ ഇന്നും പിണറായിക്ക് വിമർശനം. ആഭ്യന്തര വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് VS. പോലീസിനെ കയറൂരി വിടരുത്. നിലവിലുള്ള സ്ഥിതി തുടർന്നാൽ സർക്കാരിന് കളങ്കമാകുമെന്ന് മുന്നറിയിപ്പ്. KPCCയുടെ താൽക്കാലിക അധ്യക്ഷനായി MM ഹസൻ ചുമതലയേറ്റു. ജനകീയ അടിത്തറ വിപുലപ്പെടുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുക ആദ്യ വെല്ലുവിളിയെന്ന് ഹസൻ. താഴെത്തട്ടിൽ പ്രവർത്തകരുടെ അഭാവം പരിഹരിക്കണമെന്ന് സുധീരൻ. ഹസന്റെ കൈകളിൽ കോൺഗ്രസ് സുരക്ഷിതമെന്ന് സതീശൻ. ധർമ്മശാല ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും വിയർക്കുന്നു. രണ്ടാം ദിനം 6 വിക്കറ്റിന് 248. രാഹുലിനും പൂജാരയ്ക്കും അർദ്ധ സെഞ്ചുറി. ഗതാഗത വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചു. ഫോണിൽ ലൈംഗിക ചുവയുള്ള സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് രാജി. അണികളോടുള്ള വിശ്വാസ്യത നിലനിർത്താനും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുമാണ് രാജിയെന്ന് ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. ഫോണിൽ ലൈംഗിക ചുവയുള്ള സംഭാഷണം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ രാജിവെച്ചതായി പ്രഖ്യാപിച്ചത്. ഇത് തന്റെ ഭാഗത്തു നിന്ന് മാത്രം വന്ന വീഴ്ചയാണ്. ഇതിൽ പാർട്ടിക്കോ അണികൾക്കോ ബന്ധമില്ലെന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ആരോപണമുയർന്നതിന് പിന്നാലെ എ.കെ. ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. പക്ഷേ രാജിക്ക് സമ്മർദ്ദമില്ലായിരുന്നുവെന്നും സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടി തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാനുമാണ് തന്റെ രാജിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറിച്ച് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മന്ത്രിസഭയിൽ നിന്നുള്ള എൻ്റെ രാജി നിങ്ങളെയെല്ലാം അറിയിക്കുകയാണ്. എന്നാൽ തന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല. സഹായം അഭ്യർത്ഥിക്കുന്നവരോട് നല്ല രീതിയിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം. ആരോപണത്തിലെ ശരിതെറ്റുകൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടത്തിൽ എനിക്ക് വേണ്ടത് എൻ്റെ നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അന്തസ്സ് ഉയർത്തുകയുമാണ് എൻ്റെ ആദ്യത്തെ ജോലി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി അത് അന്വേഷിക്കട്ടെ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം സ്വാഭാവികമായും ശ്രമിക്കുമല്ലോ. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിട്ടില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനം എടുക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നും ശശീന്ദ്രൻ പറഞ്ഞു. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല. എന്നാൽ രാജിവെക്കാതിരിക്കാൻ നിരവധി കാരണങ്ങളും ന്യായങ്ങളുമുണ്ട്. പക്ഷേ ആ സാങ്കേതികത്വത്തിൽ താൻ നിൽക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്. ശ്രീ ഉഴവൂർ വിജയൻ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി ടി പാർവതി, ശ്രീ NP ചെക്കുട്ടി, അഡ്വക്കേറ്റ് മിനി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീ KJ ജേക്കബ് തുടങ്ങിയവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശശീന്ദ്രന്റെ രാജി അനിവാര്യമായിരുന്നോ എന്ന ചോദ്യം ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. റിപ്പോർട്ടർ TVയുടെ വെബ്സൈറ്റ് വഴി 55% പ്രേക്ഷകരും അങ്ങനെ ഒരു രാജി വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. 40% പേർ രാജി വേണമായിരുന്നു എന്ന് തന്നെ അഭിപ്രായം രേഖപ്പെടുത്തി. 5% പേർക്ക് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല. വിശദമായ ചർച്ചകളിലേക്ക് വരും. 10 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കീടനാശിനി തൊടിയിക്കാതെ കൃഷി ചെയ്യുന്ന സ്വാദ് അടാട്ട് മട്ടേരി ആവുമ്പോ ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. സ്വാദ് അടാട്ട് മട്ടേരി.
ആദ്യം ശ്രീമതി ടി പാർവതി, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആൾ അയാളുടെ പദവി ഉപയോഗിച്ച് സ്ത്രീയെ പ്രലോഭിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തി തൻ്റെ കാര്യസാധ്യം നടത്തിക്കുകയോ ചെയ്തിരിക്കുന്നു എന്ന ആരോപണമാണ്. അതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഇത് പുറത്തുവിട്ട മാധ്യമം അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് സ്ത്രീകളെ ചൂഷണം ചെയ്താൽ അത് അങ്ങേയറ്റം ഗൗരവമുള്ള കുറ്റമല്ലേ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും സമാനമായ ആക്ഷേപം ഉയർന്നിരുന്നു. സ്ത്രീകൾക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാരുടെ റൂമുകളിൽ വരാൻ പേടിയാണെന്ന്. അത് തന്നെ ഈ കാലത്തും ആവർത്തിക്കുന്നു എന്ന് കരുതണോ? നൂറ് ശതമാനം അഭിലാഷേ, അങ്ങനെ ഒരു പ്രലോഭനത്തിൻ്റെയോ ഭീഷണിയുടെയോ സ്വരമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൗരവമായ വിഷയമായേനെ. പക്ഷെ ഞാൻ ഈ ഫോൺ സംഭാഷണം തിരിച്ചും മറിച്ചും കേട്ടിട്ടും അതിനകത്ത് ഒരു സ്ത്രീ ഉണ്ട്, സ്ത്രീയോടാണ് സംസാരിക്കുന്നത്, അല്ലെ സ്ത്രീയെ ഉണ്ട്, സ്ത്രീ അവരുടെ നിലപാട് എന്താണ്, അവരാരാണ് എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. തുടങ്ങുന്നത് തന്നെ എത്ര നാളായി ശബ്ദം കേട്ടിട്ട് എന്നാണ്, എത്ര നാളായി നിനക്കൊരു ഉമ്മ തന്നിട്ട് എന്നാണ്. ഇദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ, ഇദ്ദേഹത്തിന് വയസ്സ് ഒരുപാടായല്ലോ, ഒരുപാട് നാളത്തെ ബന്ധമുള്ള ഒരാളായിരിക്കാം, ഒരു സൗഹൃദമുള്ള ഒരാളായിരിക്കാം. അങ്ങനെ ഒരു സ്വകാര്യതകളൊന്നും പാടില്ല എന്ന് നമ്മൾ ഒരു മന്ത്രിയാവുന്ന ഒരു വ്യക്തിയോടും അങ്ങനെയൊക്കെ ആയിരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഒരു സ്ഥാനത്തേക്കും കയറ്റുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുമായി ഇങ്ങനെ തരത്തിൽ ലൈംഗിക ചുവയുള്ള ഒരു സംഭാഷണം നിങ്ങൾ നടത്തുകയാണെങ്കിൽ അവർക്ക് ഫേവേഴ്സ് കൊടുക്കാം എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വിവാഹം പാടില്ല, വേറൊരു തരത്തിലുള്ള ബന്ധം പാടില്ല. എന്തെങ്കിലും നിലയ്ക്ക് കുറ്റമാരോപണം, ഈ പറയുന്ന ദുരുപയോഗം നടന്നോ, അഴിമതി നടന്നോ, ആരോപണമുണ്ടോ, പരാതിയുണ്ടോ, ഇങ്ങനെ അല്ലാതെ ഒരു മുതിർന്ന വ്യക്തികൾ തമ്മിൽ ഒരു തരത്തിലുള്ള ഉഭയസമ്മത പ്രകാരം ഞാൻ ഫോൺ ചെയ്യുന്നു, അദ്ദേഹം സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഫോൺ ചെയ്യുന്നു, ഒരാൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു മെച്യൂർഡ് ആയിട്ടുള്ള അഡൽട്സ് തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർത്തിയെടുത്തിട്ട് ഇത് ലൈംഗിക പീഡനമാണ് എന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ട് കൺസെന്റിംഗ് അഡൾട്ട്സ് തമ്മിലുള്ള സംഭാഷണം ഈ രൂപത്തിൽ ചോർത്തി അതിനെ ദുരുപയോഗം ചെയ്താൽ അതിനെതിരെയല്ലേ നിയമ നടപടി വേണ്ടത്? സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി അങ്ങനെ ഒരു പീഡനത്തിന് ഇരയാകുകയാണ് എങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയാണോ ചെയ്യേണ്ടത്? അദ്ദേഹം ഫൈറ്റ് ചെയ്യണം. അദ്ദേഹത്തിനൊപ്പം കേരള സമൂഹം ഉണ്ടാകും, അദ്ദേഹത്തിനൊപ്പം സർക്കാരും ഉണ്ടാകണം. എന്തേ അങ്ങനെ സംഭവിച്ചില്ല? അദ്ദേഹം ഇവിടെ പീഡിപ്പിക്കപ്പെടുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പോരാട്ടത്തിന് നിൽക്കണമായിരുന്നു. അതിന് പകരം അദ്ദേഹം രാജിവെച്ച് വീട്ടിൽ പോയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ചോദ്യം വ്യക്തമാണ്, പറയാൻ അനുവദിക്കണം. ഒന്ന്, ഇലക്ഷന്റെ സമയമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹമായിരിക്കും ഈ ഫോണിൽ സംഭാഷണം നടത്തിയത് അദ്ദേഹമാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് ഇത് അദ്ദേഹം രാജിവെച്ചതായിരിക്കാം. മൂന്നാല് കാര്യം, നമ്മൾ നാരദ ന്യൂസിന്റെ ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് കേട്ടതാണ്. ഒരു ഹണി ട്രാപ്പ്, കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ച് നമ്മൾ വാർത്ത എടുത്തത്. ഒരു നിരന്തരമായി ഒരാളെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംസാരം ഉണ്ടായി, അതിനുശേഷം അതിന് ഫോൺ ശകലം കട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും കേൾപ്പിച്ച് ഇത് പീഡനമാണ് എന്ന് പറയാൻ തുടങ്ങിയാൽ കേരളത്തിലെ ആർക്കും രക്ഷയില്ല. ഈ കഴിഞ്ഞ അഭ്യർത്ഥന ബില്ലിന്റെ ഇടയ്ക്ക് ശ്രീ അനിൽ അക്കരെ ചാടി എഴുന്നേറ്റ് നിയമസഭയിൽ പറയുണ്ടായി, ഒരു കോണ്ടെക്സ്റ്റും ഇല്ലായിരുന്നു, എന്റെ ഫോൺ ചോർത്തുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തുന്നുണ്ട്, ഇവിടെ എല്ലാ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നുണ്ട്. ആരാണ് ഫോൺ ചോർത്തിയത്? ആർക്ക് വേണ്ടിയാണ് ഫോൺ ചോർത്തിയത്? ഈ പറയുന്ന ഇനി വരുന്ന ദിവസങ്ങളിൽ 7 പ്രമുഖന്മാരെ കൊടുക്കുമെന്ന് പറയുന്നു. ഇത് ഏതെങ്കിലും നിലയ്ക്കുള്ള മാധ്യമ പ്രവർത്തനമാണോ? സ്വകാര്യതകൾ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ നിലയ്ക്കാണോ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്? അദ്ദേഹം രാജിവെച്ചെങ്കിൽ ഇലക്ഷന്റെ ഒരു സമയമാണ്, ഈ സമയത്ത് എന്നെ ചർച്ച ചെയ്യരുത് എന്ന് വിചാരിച്ച ഒരു സാധാരണ മലബാറുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് സൗമ്യനാണ്, സാധാരണക്കാരനാണ്, പാവമാണ്, ഒരു ദുരുപയോഗം നടത്തിയിട്ടില്ല, ഒരു അഴിമതി ആരോപണവും ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീയെടുത്ത് പ്രേമപൂർവ്വം സംസാരിച്ചു. അത് സംസാരിക്കാത്ത എത്ര പേര് കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, അത് ശ്രീമതി പാർവതി സമ്മതിച്ചു. ഒരു സ്ത്രീയോട് പ്രണയപൂർവ്വം സംസാരിച്ചതിന്റെ പേരിൽ ഒരു മന്ത്രിക്ക് രാജിവെച്ചൊഴിയേണ്ടി വരിക എന്നുള്ളതാണോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്? അങ്ങനെയാണ് എങ്കിൽ ശരി, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ട് രാജിവെച്ചു എന്ന് നമ്മൾ എടുക്കൂ. ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഈ സംസ്ഥാനത്ത്, ഒരു സർക്കാരുണ്ടല്ലോ, ഇതിനെ നയിക്കാൻ ഒരു മുന്നണിയുണ്ട്, ആ മുന്നണിയിൽ ഘടക പാർട്ടികളുണ്ട്. അവർക്ക് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ടാകേണ്ടേ? ഇദ്ദേഹം ഇങ്ങനെ നീചമായ വിധത്തിൽ ഒന്നെങ്കിൽ ഹണി ട്രാപ്പ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തപ്പെടുക, ഇവ രണ്ടുമാണ് ഉള്ളത് എങ്കിൽ, ഇവ രണ്ടുമാണ് ഉണ്ടായത് എങ്കിൽ
എന്തിന് മുഖ്യമന്ത്രിയും ഭരിക്കുന്ന മുന്നണിയും പാർട്ടിയും ഒക്കെ കൈവിടണം? കേരളത്തിലെ ഒരു ചരിത്രം എടുത്ത് നോക്കാം. നമുക്ക് ഒരുപാട് കാലങ്ങളായി ആദ്യമായിട്ടല്ല സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ആൾക്കാർ ഏറ്റവും എളുപ്പം മലയാളിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അയാൾ കുഴപ്പമാണ് കേട്ടോ, അതിൽ സ്ത്രീ വിഷയത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പണത്തിന്റെ ആരോപണം പോലും മലയാളി സഹിക്കും. സ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ ആരും സഹിക്കില്ല. കാരണം അത്രയും ലൈംഗിക ദാരിദ്ര്യം ഉള്ളതാണ് ഈ നാട്ടിൽ. എനിക്ക് കിട്ടാത്ത മറ്റൊരാൾക്ക് കിട്ടുന്നു, ഒരു പുരുഷന് കിട്ടുന്നു, അല്ലെങ്കിൽ സമ്മതത്തോടെ വേറൊരു സ്ത്രീ കൂടെ പോകുന്നു എന്ന് പറയുന്നതാണ് മലയാളിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം, ഒരുപാട് ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ഒരുപാട് പേര് പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ പല പോസ്റ്റും വന്നു. അങ്ങനെയാണെങ്കിൽ റെജീന പറഞ്ഞത് എന്തായിരുന്നു, സരിത പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു, നിങ്ങൾക്ക് അതൊന്നും പറയാനില്ല. അപ്പോഴൊക്കെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പരാതി പറയാൻ. ഇത് ആരാണ് പരാതിക്കാരി നമുക്കറിയില്ല. അവര് പറയട്ടെ, അവര് പറയട്ടെ. അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ടി പാർവതി, ഞാൻ മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നോടൊപ്പം കൊച്ചി സ്റ്റുഡിയോയിൽ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഒരു പരാതിക്കാരി ഇല്ല. എന്നെ ലൈംഗിക പീഡനം നടത്തിയെന്നോ എന്നോട് മിസ്ബിഹേവ് ചെയ്തുവെന്നോ സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചുവെന്നോ എന്നൊന്നും ഒരാളും AK ശശീന്ദ്രനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടില്ല എന്നിരിക്കെ അദ്ദേഹത്തിൻ്റേതെന്ന് വരുന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തെ മുൻനിർത്തി അദ്ദേഹത്തെ അപരാധിയായി ചിത്രീകരിക്കേണ്ടതുണ്ടോ? അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടതുണ്ടായിരുന്നു? ഇതിനകത്ത് ഞാൻ ഇപ്പോൾ മാഡം പറഞ്ഞതിന് ഇതിനകത്ത് എനിക്കൊരു ചെറിയൊരു തിരുത്തുണ്ട്. കാരണം AK ശശീന്ദ്രൻ രാജിവെച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ കണ്ട വിഷ്വൽസ് എല്ലാം തെറ്റാണെന്നും ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്നെ ടാർണിഷ് ചെയ്യാൻ ആരോ ശ്രമിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നും ഒരു ഡിനേയിൽ ഞാൻ കണ്ടില്ല. അദ്ദേഹം ഡിനേ ചെയ്തിട്ടില്ല. അന്വേഷിക്കട്ടെ, അന്വേഷണ വിധേയമായിട്ട് തൽക്കാലം ഞാൻ മന്ത്രിയായിരുന്നു, അന്വേഷിക്കേണ്ട, ഞാൻ മാറി നിൽക്കുന്നു, അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് ശേഷം ഇല്ല എന്ന് കണ്ടിപ്പോൾ സെക്ഷൻ 354 IPC അമന്റ് ചെയ്തതിന് ശേഷം ഈ സംഭാഷണത്തെ ആരും നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിന് തന്നെ അക്കാര്യത്തിൽ നിഷേധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭാഷണം ഉള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, രണ്ടുപേർ പരസ്പര സമ്മതത്തോടു കൂടി നടത്തിയ സംഭാഷണം ആണ് എങ്കിൽ അതിലെവിടെയാണ് പ്രശ്നം? അല്ല, ആണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെ, അന്വേഷണം നടക്കണ്ടേ? ശരി, എന്താ ഇതിപ്പോ ആദ്യമേ അവർ പരസ്പര ധാരണയിലാണ് എന്ന് വന്നാൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാൾ പരാതി കൊടുക്കുവേണ്ടേ, എന്നെ ഇയാൾ പീഡിപ്പിച്ചു? 354 അമെന്റ്മെന്റിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ പരാതിയൊന്നും വേണ്ട. ഇൻഫർമേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് എ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ് ഒരാളുടെ ഫോണിൽ സംസാരിക്കുന്നത്. ഇതിപ്പോ 354A 354D ഒക്കെ അമെന്റ് ചെയ്ത് കയറ്റി വന്നപ്പോൾ ഇതെല്ലാം ഒഫൻസായി മാറും. ഇൻവെസ്റ്റിഗേഷനിൽ അത് കണ്ടെത്തുമ്പോൾ അവരുടെ മൊഴി അപ്പോൾ വരട്ടെ, അന്നേരം വരുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ട് അവരങ്ങനെ പറയുമോന്ന്. അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞു. ഇനി അദ്ദേഹം രാജിവെക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തീരുമാനിക്കാതെ അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാം. ഇതിങ്ങനെയൊന്നും ഇല്ല, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇതിപ്പോൾ ഈ പറയുന്നത് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണോ പാടുപെടുന്നത്? ഈ സ്ത്രീ സമൂഹത്തിനെതിരെ മോശമായ ആരുമാകട്ടെ പൊസിഷനിലിരിക്കുന്ന ഒരാൾ ഉപയോഗിക്കാവുന്ന ലാംഗ്വേജ് അല്ല അത്. കേരളത്തിന്റെ മന്ത്രിയാണത്. ശരി, അതാണ് താങ്കളുടെ പോയിട്ട് ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ, കൊല്ലം സ്റ്റുഡിയോയിൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇക്കാര്യത്തിൽ AK ശശീന്ദ്രൻ കുറ്റക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ പദവി, അദ്ദേഹത്തിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്ത് ഒരു സ്ത്രീയെ ചൂഷണം ചെയ്തു എന്ന് വ്യക്തമാകുന്ന, എന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുത ഇപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിൽ ഉണ്ടോ? അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൂശിക്കുന്നത് ശരിയാണോ? പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ക്രൂശിക്കേണ്ട എന്നുണ്ട് എങ്കിൽ സംസ്ഥാനത്തൊരു ഭരണമുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അതിന് ശക്തമായൊരു പോലീസ് സംവിധാനമുണ്ട്. ഈ ഒരു മാധ്യമം പുറത്തു കൊണ്ടുവന്ന ആരോപണം തെറ്റാണ് എങ്കിൽ ഈ മണിക്കൂറുകൾക്കകം അത് തെളിയിക്കുവാനുള്ള ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഒന്നും തെളിയിച്ചില്ല. മാത്രവുമല്ല, ഈ മാധ്യമം വാർത്ത കൊണ്ടുവന്നതിന് ശേഷം ആദ്യം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തിയ മന്ത്രിയെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം ലൈവായി പറയുന്ന കാര്യം ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം ഇത് കുറ്റകൃത്യമാണ് ആകുന്നത് ഏത് ഇടത്ത് വെച്ചാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുന്നത് ആ മാധ്യമത്തിലെ വാർത്ത തന്നെയാണ്. അതായത് പരാതിയുമായി മന്ത്രിയെ സമീപിച്ച സ്ത്രീയോടാണ് മന്ത്രി ഇങ്ങനെ വളരെ മോശപ്പെട്ട, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഇഷ്ടമല്ലെങ്കിൽ നിശ്ചയമായും അത് അങ്ങേയറ്റം കുറ്റകൃത്യം തന്നെയാണ്. തീർച്ചയായും ആ പോയിന്റിൽ ഒരു തർക്കവുമില്ല ശ്രീമതി ബിന്ദു കൃഷ്ണ, ആ വാദത്തിൽ ഒരു തർക്കവുമില്ല. തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് സമീപിച്ച ഒരു സ്ത്രീയുടെ അടുത്താണ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നടത്തിയത് എങ്കിൽ അക്കാര്യത്തിൽ പിന്നെ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം
രാജിവെക്കേണ്ടതാണ്, അദ്ദേഹം MLA സ്ഥാനം തന്നെ ഒഴിയുന്നതായിരിക്കും ഉചിതം. പക്ഷേ അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാനുള്ള എന്ത് വസ്തുത നമ്മുടെ മുൻപിലുണ്ട്? ഒന്ന്, ഈ സംഭാഷണത്തിൽ ഈ സ്ത്രീയുടെ സംസാരം മുഴുവൻ എഡിറ്റഡ് ഔട്ടാണ്. സ്ത്രീ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മന്ത്രിയുടെ സംഭാഷണം മാത്രമേ ആ ഓഡിയോയിലുള്ളൂ. അതൊന്ന്. രണ്ട്, ഞാൻ ഇങ്ങനെ ഒരു ആവശ്യവുമായി ചെന്നപ്പോൾ മന്ത്രി എന്നോട് മോശമായി പെരുമാറുകയും എന്നെ ചില കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയും ചെയ്തു എന്ന് പരാതിപ്പെടേണ്ടത് ഇരയായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഈ വിഷയത്തിൽ ഇതേവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരാൾ എന്നുള്ളത് എന്തായാലും പൊതുസമൂഹത്തിന് മുൻപിലോ രഹസ്യമായി പരാതി നൽകാൻ പോലും തയ്യാറോ ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഈ കാര്യം പറയും? ഞാൻ ചോദിക്കട്ടെ, അഭിലാഷ്, ഈ ചോദിക്കുന്ന ചോദ്യം കേരളത്തിലെ ഗവൺമെന്റും സ്വയം ചോദിക്കാനുള്ളതല്ലേ? നമ്മുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ മന്ത്രി പറയണം, ഞാൻ ഒരു സ്ത്രീയോടും എന്നെ പരാതിയുമായോ എന്തെങ്കിലും മന്ത്രി എന്ന നിലയിലുള്ള ആവശ്യമായോ സമീപിച്ച ഒരു സ്ത്രീയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, എന്നെ വെറുതെ കുറ്റക്കാരനാക്കുകയാണ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതിന്റെ ആദ്യ മണിക്കൂറുകളിൽ 11 മണിക്ക് സ്വകാര്യ വാർത്താ ചാനൽ വാർത്ത പുറത്തുവിടുന്നു. അത് ഞാൻ കണ്ട അദ്ദേഹത്തിന്റെ ലൈവ് 1 മണിക്കും 1:30 ആ ഒരു സമയത്താണ്, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിറങ്ങുന്ന സമയം. ഇതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പ്ലാൻ ചെയ്ത് 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാത്രമാണ് ഇതൊന്ന് നിഷേധിക്കാനെങ്കിലും തയ്യാറായത്. അപ്പോൾ മന്ത്രി ആദ്യം നിഷേധിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓർക്കുകയാ, ഫ്രഞ്ച് ചാരക്കേസ് ഇവിടെ, ഫ്രഞ്ച് വ്യാജരേഖ കേസ് ഇവിടെ ഉണ്ടായി, നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അന്നൊരു സ്വകാര്യ മാധ്യമമാണ് ആ വ്യാജരേഖ വാർത്ത പുറത്തുവിട്ട് അന്നത്തെ സംസ്ഥാന ഗവൺമെന്റ് വിലക്കുന്ന നിലയിലുള്ള വാർത്തയായപ്പോൾ അത് തെറ്റാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അന്നത്തെ ഗവൺമെന്റും ആ ആരോപണ വിധേയനായ മന്ത്രി അടക്കമുള്ളവർ ശക്തമായ നിലപാടെടുത്ത് മാധ്യമത്തിന്റെ ഓഫീസ് റെയ്ഡ് നടത്തി അതിന്റെ രേഖകൾ പിടിച്ചെടുത്ത് ഇത് കള്ളമാണെന്ന് തെളിയിച്ചു. പക്ഷെ ഇവിടെ അത് ഉണ്ടായില്ല. സമാനമായ സാഹചര്യമല്ലല്ലോ. ആരോപണത്തിന്റെ സ്വഭാവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ശ്രീമതി ബിന്ദുകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ NB ചെക്കുട്ടി, ഇന്ന് മാധ്യമ വാർത്തകൾ മൂലം ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വ്യക്തിപരമായും അദ്ദേഹത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും ഇതിനോടകം തന്നെ. മന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസ് ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെങ്കിൽ, മന്ത്രി അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എങ്കിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമീപിച്ച ഒരു സ്ത്രീയോടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയത് എങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലല്ലോ. അതാണോ ഇന്ന് നടന്നിട്ടുള്ളത്? എന്താണ് താങ്കളുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ? ഈ വാർത്ത കേട്ടിട്ട് എനിക്ക് ഗൗരവത്തിലുള്ള ഒരു പരാതി ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. മന്ത്രി ആരോടോ ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരാൾ മൂളുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഈ മൂളുന്ന ആൾ എന്തെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ആവശ്യമായിട്ട് മന്ത്രിയെ കണ്ടതാണെന്നോ, മന്ത്രിയുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ആവശ്യത്തിന് വേണ്ടി ചെന്നതാണെന്നോ, അല്ലെങ്കിൽ അവർ വാടകയ്ക്ക് എടുക്കപ്പെട്ട ഏതോ ഒരു ശബ്ദമാണോ, ഏതെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ബന്ധപ്പെട്ട സ്ഥാപനം അങ്ങനെ പറയുന്നുണ്ട് ഇത് അങ്ങനെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനം അതിൻ്റെ ഫോളോ അപ്പ് വാർത്തയായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആ സ്ഥാപനത്തിന് ബാധ്യസ്ഥതയുണ്ട്. ഇന്ന വ്യക്തിയുടെ പേര് പറയണ്ട, പക്ഷേ ആ വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഉള്ള ഉത്തരവാദിത്വം ആ മാധ്യമത്തിനുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അവർ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ഇത് പരിശോധിക്കേണ്ടതാണ്. കാരണം സർക്കാരിന് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ വ്യാപാര താല്പര്യത്തിന് വേണ്ടി ഒരു പ്രത്യേക ചാനൽ ഒരു മാഫിയ പ്രവർത്തനം നടത്തിയ മട്ടിലാണ് കാര്യങ്ങളുടെ കിടപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്ക് വമ്പിച്ച ലാഭം ഉണ്ടാക്കണം, അവർക്ക് ആദ്യം വരുന്ന ദിവസം തന്നെ വലിയ തോതിൽ മാർക്കറ്റിൽ മുന്നേറണം. അതിനു വേണ്ടിയിട്ട് അവരെ ആരുടെയൊക്കെയോ സഹായത്തോടു കൂടി ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു മാർക്കറ്റിലേക്ക് ഇറക്കി. പക്ഷെ അത് നമ്മുടെ സർക്കാരിനെ, നമ്മുടെ പൊതുസമൂഹത്തെ ഭീഷണിക്ക് വിധേയമാക്കിയാണ്. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് ശരിയല്ല. അതിനെതിരായിട്ട് സർക്കാർ ശക്തമായ നിലപാടെടുക്കണം. അല്ലെങ്കിൽ നാളെ ഈ കേരളത്തിൽ പൊതുജീവിതം എന്ന് പറയുന്നത് അസാധ്യമായി തീരും. ശരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ NB ചെക്കുട്ടി, ശ്രീ ഉഴവൂർ വിജയൻ, NCP സംസ്ഥാന പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ ഉഴവൂർ വിജയൻ, എന്തടിസ്ഥാനത്തിലാണ് മന്ത്രി രാജിവെച്ചത്? അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജാഗ്രതക്കുറവ് ബോധ്യപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ രാജി? അദ്ദേഹം ഒരു മന്ത്രിയാണ്. മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ചെറിയ ആക്ഷേപം പോലും അദ്ദേഹത്തിന്റെ പേരിൽ വന്നാൽ വേണമെങ്കിൽ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടി പല കാര്യങ്ങളും പറയാൻ കഴിയും. മുമ്പൊക്കെ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. UDF കാലത്ത് പ്രത്യേകിച്ചും ഒരു സ്ത്രീ നേരിട്ട് പരാതി കൊടുത്തിട്ട് പോലും
അത് സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജിവെക്കാനൊന്നും അവരൊന്നും തയ്യാറായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഒരു ആക്ഷേപം ഒരു ചാനലിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാർത്ത വന്നിരിക്കുന്നു. അതിന്റെ അപ്പുറത്ത് ആരാണെന്നറിയത്തില്ല. ഒരാൾ മൂളുന്നത് കേട്ടു, ഞാനും അങ്ങനെ മൂളുന്നത് കേട്ടതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷേപമുണ്ടായ സാഹചര്യത്തിൽ ഞങ്ങൾ ആരും പറയാതെ തന്നെ അദ്ദേഹം സ്വയം രാജിവെക്കുകയായിരുന്നു. അല്ല, ഇതിൽ ശ്രീ ഉഴവൂർ വിജയൻ അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ആരെയെങ്കിലും കുറിച്ച് ഉന്നയിച്ചാൽ രാജിവെക്കേണ്ടതില്ല, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ ചോദ്യം, ഇവിടെ മന്ത്രി ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുകയായിരുന്നു എങ്കിൽ വേറെ ആളുകളും ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടാം. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ചില വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിഭ്രാന്തി രാഷ്ട്രീയ വൃത്തങ്ങളിലും മറ്റുമുണ്ട് എന്ന തരത്തിൽ. എനിക്കത് ശരിയാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ആരോപിക്കപ്പെട്ടതുപോലെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുകയായിരുന്നു എങ്കിൽ അതിനോട് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്താണ്? ഞങ്ങളെ ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകവുമില്ല. ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നിലനിർത്തേണ്ടത് ഞങ്ങളുടെയും കൂടി കടമയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയും അതുപോലെ LDFും പറയുകയുണ്ടായി, ഞങ്ങൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ പരാമർശം ഉണ്ടായപ്പോൾ അതിൽ കടിച്ചു തൂങ്ങി അധികാരത്തിൽ നിലകൊള്ളാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു സന്ദേശം ഈ പൊതുസമൂഹത്തിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് AK ശശീന്ദ്രൻ സ്ഥാനം ഒഴിയാൻ. ശ്രീ ഉഴവൂർ വിജയൻ, ഇവിടെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രി പദവിയുടെ അധികാരം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണല്ലോ ഈ ആരോപണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അപ്പോൾ ആ ആരോപണം, ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധം പുലർത്താൻ സാധിക്കുന്ന ആളുകളോട് ഇങ്ങനെ പെരുമാറാമോ, അദ്ദേഹം മന്ത്രി പദവി ദുരുപയോഗം ചെയ്തോ എന്നുള്ളതാണ് പ്രശ്നം. 100% ഉറപ്പിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ആ കാര്യം മാത്രം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ താങ്കൾക്ക്? മുമ്പോട്ട് പോകാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. ശ്രീ ഉഴവൂർ വിജയൻ, ഇക്കാര്യത്തിൽ അദ്ദേഹം ഓഫീസ് ദുരുപയോഗം ചെയ്തിട്ടില്ല, ഓഫീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉറപ്പുണ്ടോ? അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറപ്പ് 100% ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഏതായാലും ഇത് സംബന്ധിച്ച് പരാതി ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ശരി, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു പരാതി കൊടുക്കണ്ടേ? ഇത് ഗോവയിൽ നിന്ന് സംസാരിച്ചു, അവിടെ നിന്ന് സംസാരിച്ചു, ഇവിടെ നിന്ന് സംസാരിച്ചു, ആരോട് സംസാരിച്ചു, എപ്പോൾ സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു, അവരൊരു സഹായത്തിന് വേണ്ടി ഓഫീസിൽ ചെന്നോ, ഓഫീസ് ദുരുപയോഗപ്പെടുത്തിയോ, ഇത് അറിയണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടണ്ടേ? ശരി, അതുവരെ കാത്തിരിക്കും. എന്തായാലും തൽക്കാലം വിശ്വാസമാണ്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ദയവായി ടെലിഫോണിൽ തുടരണം. അഡ്വക്കേറ്റ് മിനി, ഇക്കാര്യത്തിലെ തെറ്റും ശരിയും എന്താണ് താങ്കളുടെ പക്ഷേ? ഇവിടെ സ്ത്രീ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരണമെങ്കിൽ മന്ത്രി അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ചൂഷണം നടത്തണം. അങ്ങനെ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നമ്മുടെ മുൻപിലില്ല. അങ്ങനെ നടത്തിയിട്ടില്ല എന്ന് തീർത്ത് പറയാനും കഴിയില്ല. എവിടെയാണ് താങ്കളുടെ പോയിന്റ്? ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇദ്ദേഹം പറഞ്ഞത്, അതായത് ഈ വകുപ്പുകളെല്ലാം ഉണ്ടായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിത് കാണുന്നത് യഥാർത്ഥത്തിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നതാണ്. രണ്ട് വിഷയം ഇതിൽ എനിക്ക് തോന്നിയത്, എവിടെ നിന്നാണ് ഈ ടെലിഫോൺ സംഭാഷണം ഇവർക്ക് കിട്ടിയതെന്നുള്ളത് അവർ പറയണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ മോശമായിട്ടുള്ളൊരു പത്രപ്രവർത്തന ശൈലി നമ്മൾ കൊണ്ടുവരികയും അതിൽ സ്ത്രീകൾക്ക് നേരെയുള്ള വിഷയങ്ങളാണ് സമൂഹത്തിൽ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് അത്തരം ഒരു വിഷയം കൊണ്ടുവന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, ആ വിഷയത്തിൽ രണ്ട് വ്യക്തികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വകാര്യ സംഭാഷണം നടത്തിയ വിഷയമാണെങ്കിൽ അത് എങ്ങനെ ഈ ചാനലുകൾക്ക് കിട്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതൊരു ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഇവരെങ്ങനെയാണ് ഇവർക്ക് റൈറ്റ് വരുന്നത്? അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് ചാനലിനെതിരായിട്ടാണ്. അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുപ്രവർത്തകരായിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ പരസ്പരം ഫോണിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ
ഈ രീതിയിൽ ചോർത്തപ്പെട്ട് ഈ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ ആൾ ഇഷ്ടപ്പെടുന്ന ഏത് പ്രായത്തിലും ആളുകൾക്ക് പ്രണയമൊക്കെ ഉണ്ടാവും അല്ലേ, പക്ഷേ ആ ആളോടാണ് അങ്ങനെ ഒരു സംഭാഷണം നടത്തിയിരുന്നെങ്കിൽ അടുത്തതെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ ഇതിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് എന്നത് തന്നെയാണ് എൻ്റെ നിലപാട്. അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. എനിക്ക് അതിലൊരു വ്യക്തത ആവശ്യമുണ്ട്. ശ്രീ ഉഴവൂർ വിജയൻ, നിയമസഭയിൽ അനിൽ അക്കര MLA ഇവിടെയുള്ള മന്ത്രിമാരടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇവിടെ ഫോൺ സംഭാഷണം മുൻപിലുണ്ട്. അത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പൊതുപ്രവർത്തകരാകട്ടെ സാധാരണ ജനങ്ങളാകട്ടെ അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളെ ചോർത്തുന്നുണ്ട് എങ്കിൽ ചോർത്തിക്കൊള്ളട്ടെ എന്ന നിലപാടാണോ നിങ്ങൾക്ക്? അങ്ങനെ ചോർത്തി എന്തെങ്കിലും പുറത്തു വന്നാൽ അപ്പോൾ രാജിവെക്കുമോ? അല്ല, ഒരിക്കലും അങ്ങനെ ചോർത്താൻ പാടില്ല. അത് ആരുടെ ആണെങ്കിലും ചോർത്താൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ മൊബൈൽ കൂടി വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഉടനെ അതിന് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ TV പരിപാടികളിലൊക്കെ ഈ കോമഡി പരിപാടി അവതരിപ്പിക്കുമ്പോൾ സെക്സ് അല്ലേ തമാശയായിട്ട് പറയുന്നത് മുഴുവൻ? സെക്സ് പറയുമ്പോഴാണല്ലേ ആളുകൾ ചിരിക്കുന്നത്. എത്രയോടെ വ്യക്തതയോട് കൂടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കേസെടുക്കാൻ പറ്റുമോ? ആ ഒരു സ്ത്രീയോട് സ്റ്റേജിൽ നിന്നുകൊണ്ട് മറ്റൊരു കഥാപാത്രം പറയുന്ന വാക്കുകൾ കേട്ടാൽ എത്ര നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന നിലയിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനെ തമാശയായിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. അല്ല, അങ്ങനെ ഒരു ജനറൽ കോണ്ടെക്സ്റ്റിലായിരുന്നില്ല എൻ്റെ ചോദ്യം. കുറെ കൂടി സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഉഴവൂർ വിജയൻ, ശ്രീമതി ടി പാർവതി, അങ്ങനെ സ്വകാര്യത എന്നൊന്നില്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് ഏത് പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളായാലും അയാൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, വ്യക്തിബന്ധങ്ങളും ഉണ്ടാകും. അവയൊക്കെ ചോർത്തപ്പെട്ട് ആ ചോർത്തപ്പെട്ട വിവരങ്ങൾ ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിച്ച് തടിച്ചു കൊഴുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരവും ഇല്ല എങ്കിലും അത്തരത്തിലുള്ള ആശങ്കകൾ സജീവമാണ്. അങ്ങനെ പൊതുപ്രവർത്തകർക്ക്, സിനിമാ താരങ്ങൾക്ക്, സീരിയൽ താരങ്ങൾക്ക്, പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെയൊക്കെ സ്വകാര്യ ജീവിതവും ഈ നിലയ്ക്ക് ഒരു പൊതുവസ്തുവായി മാറ്റിവെക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരാളുടെ ലൈംഗികതയ്ക്കുമേൽ, ഒരാളുടെ സ്വയം നിർണയാവകാശത്തിനുമേൽ, ഒരാളുടെ വ്യക്തി ജീവിതത്തിനുമേൽ നടന്നിട്ടുള്ള കടന്നുകയറ്റമാണോ ഇന്ന് സംഭവിച്ചത്? നൂറ് ശതമാനം അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അഭിലാഷേ. ഇത് കേരളത്തിലെ ഒരു പുതിയ ഒരു വഴിത്തിരിവാണ്. ഇത് നമ്മൾ ഇന്ന് തീരുമാനമെടുക്കണം. സത്യത്തിൽ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കണം. ഒന്ന് പ്രധാനമായിട്ട് ഇപ്പോൾ നേരത്തെ മിനി പറഞ്ഞതുപോലെ, എന്താണ് സ്ത്രീ സുരക്ഷ? സെക്സ് വിത്തൗട്ട് കൺസെൻറ്റ്, ദാറ്റ് ഈസ് എ ക്രൈം. കൺസെൻറ്റ് ഇല്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നാക്രമിച്ചുകൊണ്ടുള്ള സെക്സ് മാത്രമാണ് ക്രൈം. അതിലേറ്റവും പ്രധാനം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നത്, കടന്നു കയറുന്നത്. ഈ രണ്ടു പേർക്ക് ഇഷ്ടമായി പ്രണയത്തിൽ, ഏതു പ്രായത്തിലും, അത് വിവാഹത്തിനുള്ളിൽ മാത്രമേ പ്രണയം നടക്കാവൂ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കൂല. അങ്ങനെ അല്ല ഒരു ലോകവും ഒരു കാലഘട്ടത്തിലെ ഒരു സമൂഹവും ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ ചരിത്രം പോലും അങ്ങനെയല്ല. അപ്പോൾ പല സമയത്തുള്ള പുരുഷനും സ്ത്രീയും അവർ പ്രണയം ആയിട്ട് സംസാരിക്കും. കേരളത്തിലെ ഒരു 90% ആൾക്കാരുടെയും ഫോൺ സംഭാഷണത്തിൽ ഇങ്ങനെയുള്ള സംസാരം, കോൺവെർസേഷൻസും കിട്ടും. ഇത് നാളെ മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് ഇയാൾ കുഴപ്പമാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ വൃത്തികെട്ടന്മാരാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈക്കേറിയസ് പ്ലഷറിലാണ് കേരളം ജീവിക്കുന്നതെങ്കിൽ, ഞാൻ ഒരു ചരിത്രത്തിൽ തന്നെ ന്യൂസ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. 28 ലക്ഷം ആൾക്കാരാണ് അത് ഫോളോ ചെയ്തിരുന്നത്. അത് സ്ക്രൂസ് ഓഫ് ദ വേൾഡ് എന്ന് കളിയാക്കി പറയുമായിരുന്നു. അതിനെ പിന്നീട് മെറഡോക്കിന്റെ കാര്യത്തിൽ അത് ഫോൺ ടാപ്പ് ചെയ്തതിന്റെ പേരിൽ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. ഇതാണോ നമ്മൾ പിന്തുടരേണ്ട ഒരു മാധ്യമധർമ്മം? കുട്ടികളെ ഒരിക്കലും അല്ല. അതല്ല, അത് മാത്രമല്ല ശ്രീമതി ടി പാർവതി, റൂപ്പർട്ട് മർഡോക്ക് എന്ന മീഡിയ മുകളിന് ബ്രിട്ടീഷ് പാർലമെന്റിന് മുൻപിൽ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. ശ്രീ മുഹമ്മദ് ഷാ, ഇവിടെ 2 പേരുടെ ടെലിഫോൺ സംഭാഷണം ചോർത്തിയാൽ അവർക്ക് അവകാശങ്ങളുള്ള ആളുകളാണല്ലോ. 2 പേരുടെ ടെലിഫോൺ സംഭാഷണം അവരറിയാതെ ചോർത്തി അത് പ്രചരിപ്പിച്ചാൽ അതിൽ കുറ്റമൊന്നുമില്ല. ഇതിപ്പോൾ അവരറിയാതെയാണോ ചോർത്തിയത്? ഈ ടെലിഫോണിൻ്റെ സംഭാഷണം ഈ സ്ത്രീയാണോ ഇവർക്ക് എത്തിച്ചു കൊടുത്തത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്? ഈ സ്ത്രീ ഞാൻ ചോദിച്ചു മാധ്യമം പറയണമെങ്കിൽ മാധ്യമത്തെ ചോദ്യം ചെയ്യണ്ടേ? ഇപ്പോൾ വക്കാലത്തെടുത്ത അഭിഭാഷകനെ ചോദ്യം ചെയ്യുന്നില്ലേ?
മാധ്യമത്തിൻ്റെ ഓഫീസിൽ പോയി നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. ഈ കിട്ടിയത് അവരാണ് കൊടുത്തതെങ്കിൽ ആരുടെ മൊഴിയാണെന്ന് ചോദിക്കണം. അവരോട് പോയി ചോദ്യം ചെയ്യണം. അവർക്ക് ഇതിനകത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഔട്ട്റേജ് ചെയ്തവരുടെ മോഡസ്റ്റി എന്നുണ്ടെങ്കിൽ കേസുണ്ട്. അവരത് അങ്ങനെയൊന്നും ഇല്ല, എനിക്കതൊരു പ്ലഷറായിരുന്നു, ഞങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ സംസാരിച്ചതായിരുന്നു പറഞ്ഞ് തീർന്നു. മന്ത്രിക്ക് തോന്നാത്തൊരു കാര്യം, മന്ത്രി രാജിവെച്ചപ്പോൾ മന്ത്രിയുടെ ഡിനേർ ഒന്നും ഇവിടെ ആരും കണ്ടില്ല. ഇതൊന്നും എന്റെ സൗണ്ട് അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഞാൻ പറയട്ടെ, അവർക്ക് അങ്ങനെ ഒരു കേസില്ല, നിങ്ങൾ അവരോട് ചോദിക്കൂ എന്നൊന്നും മന്ത്രി പറഞ്ഞിട്ടില്ല. മന്ത്രി രാജിവെച്ചു, കിട്ടിയ രാജി മുഖ്യമന്ത്രി മേടിച്ചു, മുഖ്യമന്ത്രിക്ക് സംശയമില്ല, ഗവർണർക്ക് കൊടുത്തു, രാജിവെപ്പിച്ചു. അപ്പോൾ മന്ത്രിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. മന്ത്രി അക്കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായുള്ള തോന്നലുണ്ടല്ലോ, ഇതെന്റെ ശബ്ദമാണെന്നുള്ള ഡിസ്പ്യൂട്ട് അദ്ദേഹത്തിനില്ല, നമുക്കുമില്ല. അദ്ദേഹത്തിന്റെ സൗണ്ട് തന്നെയാണ്. അദ്ദേഹവും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണം ചോർത്തി, അതിൽ ഈ രണ്ടു പേർക്കും ഉള്ള ബുദ്ധിമുട്ട് അതെന്തുകൊണ്ടാണ് ഒരു കേസ് ആവുന്നില്ല എന്നുള്ള കേസ് ആക്കേണ്ടത് ഗവൺമെന്റാണ്. അഭിലാഷ്, ഞാൻ പറയുന്നത് അത് കേസെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് മീഡിയ ആണെങ്കിൽ മീഡിയക്കെതിരെ നടപടി സ്വീകരിക്കാം. അത് ഒഫൻസ് ആണോ എന്ന് അറിയണമെങ്കിൽ ഒരു ക്രൈം എടുക്കണ്ടേ? ആ ക്രൈമിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ? ആ ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് മന്ത്രി പറഞ്ഞത്. അത് നടത്തിയിട്ട് തീരുമാനം വന്നതിന് ശേഷം മന്ത്രിയെ നമുക്ക് ഒരു സ്കേപ്പ് കോട്ടാണോ എന്നൊക്കെ അപ്പോൾ തീരുമാനിക്കാം. ഇപ്പോൾ മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാറായിട്ടില്ല. അത് കറക്റ്റ്. മന്ത്രി ഓഫീസ് ദുരുപയോഗം ചെയ്തോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല, അത് ശരിയാണ്. രണ്ട് വശമുണ്ട് ഇതിന്. ശ്രീ NP ചെക്കുട്ടി, ഒരു പ്രശ്നം ഈ സമൂഹത്തിന് ഇപ്പോൾ ഏറ്റവും വേണ്ടത്, ഏറ്റവും ഡിമാൻഡുള്ളത് എന്താണ് എന്നുള്ളതിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. വെബ്സൈറ്റുകൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പുതുമയേ അല്ല. അത് ശരിയാകാം, തെറ്റാകാം, പക്ഷേ വാർത്തകൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം വാർത്തകൾക്കാണ് ഏറ്റവും ഹിറ്റ് എന്ന് വെബ്സൈറ്റുകൾ നടത്തുന്ന ആളുകൾ പറയും. ചാനലുകളെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒന്ന് എന്നുള്ള നിലയിലേക്കാകാം ഇത്. ഇങ്ങനെ മലയാളിയുടെ രോഗാതുരമായ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നുള്ള നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം എത്തിയോ? മാധ്യമപ്രവർത്തനം യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എത്തിക്കലായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമപ്രവർത്തനമാണ്. മറ്റേത് ലാഭമുണ്ടാക്കാൻ വേണ്ടി, കാര്യലാഭമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഏർപ്പാടാണ്. എന്ന് വെച്ചാൽ മാഫിയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും രണ്ടും കൂടി ഒന്നിച്ചു ചേരുന്ന തരത്തിലുള്ള ഒരു രീതിയും വന്നിട്ടുണ്ട്. ഇത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഡൽഹിയിലെ JNUവിലെ സംഭവം എടുക്കുക. JNUവിലെ വിദ്യാർത്ഥികൾ അവിടെ ഒരു സമരം നടത്തുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന വിഷ്വൽ ആഡ് ചെയ്യായിരുന്നു. ഏത് ദേശവിരുദ്ധ മുദ്രാവാക്യം എന്ന് അവർ വിശേഷിപ്പിച്ച സംഗതി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായതല്ല. അത് പിന്നീട് സ്റ്റുഡിയോയിൽ വെച്ച് ആഡ് ചെയ്തിട്ടാണ് എയർ ചെയ്തത്. ആ തരത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് മാധ്യമ പ്രവർത്തനത്തെ ലാഭമുണ്ടാക്കാനുള്ള ഏർപ്പാടായിട്ട്, തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറ്റുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും രണ്ടായിട്ട് തന്നെ കാണണം. അപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ടേ കാണാൻ കഴിയില്ല, മറിച്ച് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ ഒരു അഭ്യാസമായിട്ടേ കാണാൻ കഴിയും. പക്ഷേ ആ അഭ്യാസത്തെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ല. അതിന് പിന്നിലുള്ള വസ്തുതകളിലേക്ക് പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരണം. ശശീന്ദ്രൻ രാജിവെച്ചില്ലോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഒരു സർക്കാരിന്, ഒരു ഭരണകൂടത്തെ ഒന്നോ രണ്ടോ മാധ്യമങ്ങൾക്കും അവരുടെ പിന്നിലുള്ള വലിയ സാമ്പത്തിക ശക്തികൾക്കും മാഫിയ ശക്തികൾക്കും പിടിച്ച് ഭീഷണിപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അന്ന് കേരളീയ സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഈ കാര്യത്തിൽ കർശനമായ അന്വേഷണം ആവശ്യമാണ്. ശരി, ശ്രീമതി ബിന്ദു കൃഷ്ണ, രാഷ്ട്രീയ നേതാക്കൾക്ക്, ജനപ്രതിനിധികൾക്ക്, മന്ത്രിമാർക്ക് ഒക്കെ വ്യക്തി ജീവിതം ഉണ്ടാകുമല്ലോ. ചില സന്ദർഭങ്ങളിൽ അവർക്ക് പ്രണയവും ഉണ്ടാകാം. അപ്പോൾ ഇതൊന്നും പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാവുന്ന തരത്തിൽ ചോർത്തി കൊടുത്ത് അവതരിപ്പിക്കേണ്ടതല്ലല്ലോ. ഏത് പൊതുപ്രവർത്തകനും പൊതുപ്രവർത്തകയും സമാനമായ അനുഭവം നേരിട്ടുകൂടെ? അങ്ങനെ അവരുടെ സ്വകാര്യമായ നിമിഷങ്ങളെ, അത് ടെലിഫോണിലായാലും മറ്റേതെങ്കിലും തരത്തിലായാലും ഒപ്പിയെടുക്കുക, ചോർത്തിയെടുക്കുക, അവരുടെ യാതൊരു അറിവുമില്ലാതെ അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ, അതിൻ്റെ ഒപ്പം ബ്ലാക്ക് മെയിലിംഗും കൂടെ വന്നാൽ, നോക്കൂ ഏത് തരം അവസ്ഥയിലേക്കാകും നമ്മൾ പോകുക. ഇതിപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മന്ത്രിക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം നേരിട്ടു എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അതിൽ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? നാളെ ഇത് ആർക്കും സംഭവിച്ചുകൂടെ? ഒന്നാമതായി വിവാഹേതര പ്രണയ കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതെൻ്റെ വ്യക്തിപരമായ കാര്യം, അത് ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഇവിടെ മന്ത്രി
മന്ത്രിയുടെ വിവാഹേതര പ്രണയോ അല്ല മാതിരിയുള്ള എന്തെങ്കിലും ആണ് എങ്കിൽ, അത് അവരുടെ ഉഭയസമ്മത പ്രകാരമാണ് എങ്കിൽ അതിൻ്റെ മാനം വേറെയാണ്. പക്ഷെ ഇത് അങ്ങനെ ഒരു വാർത്തയല്ല പുറത്തു വന്നത്. പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് മന്ത്രി എന്ന നിലയിൽ പരാതി പറയുവാൻ മന്ത്രിയെ സമീപിച്ച സ്ത്രീയോട് മന്ത്രി മോശമായി പെരുമാറുന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിശ്ചയമായും മന്ത്രിയുടെ നില പരിങ്ങലിലാണ്. ഒരു മന്ത്രി അത് ചെയ്യാൻ പാടില്ല. കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് സാധാരണ സ്ത്രീകൾ, വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഉള്ളവർ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരടക്കം അധികാര കേന്ദ്രങ്ങളെ ഓരോ ആവശ്യങ്ങൾക്കായി BPLന്റെ കാർഡ് മാറ്റി കിട്ടുവാനോ, അത് കുഞ്ഞുങ്ങളുടെ പഠനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരോഗ്യപരമായ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടിയോ അങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന ഒരു സ്ത്രീയെ ലൈംഗിക വസ്തുവായ ഒരു അധികാര കേന്ദ്രം കാണുന്നുവെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ചയെക്കാളേറെ ഗൗരവത്തോടെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിശ്ചയമായി മാധ്യമ പ്രവർത്തനത്തിന്റെ പുഴുക്കുത്തുകൾ അത് ഇനിയെങ്കിലും കേരളവും ലോക സമൂഹവും തിരിച്ചറിയേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. പെയ്ഡ് ന്യൂസുകൾ ഒരു ഭാഗത്ത്, സത്യസന്ധരായ ആളുകളെ അങ്ങേയറ്റം കുൽസിത ശക്തികൾ മോശക്കാരാക്കി മാറ്റുന്ന മാധ്യമ വാർത്തകൾ മറുഭാഗത്ത്, അതൊക്കെ നിലനിൽക്കുമ്പോഴും അതിനേക്കാൾ ഭയാനകം തന്നെയാണ് പാവപ്പെട്ട ഒരു സ്ത്രീക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് സമീപിക്കേണ്ടി വന്നാൽ അവരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് കേരളത്തിൽ അനുവദനീയമല്ല. വിശേഷിച്ചും സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചും പെൺകുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള നിരന്തരമായ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു സാഹചര്യം 100% ശരിയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. പക്ഷേ ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം അങ്ങനെ ഒന്നാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ തർക്കം. ഇവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണ പറയുന്നത് മാതിരി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഓഫീസിലേക്ക് വന്ന ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ യാതൊരു തരത്തിലുമുള്ള ക്ഷമയും യാതൊരു തരത്തിലുള്ള കനിവും അവർ അർഹിക്കുന്നില്ല. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും നമുക്ക് ഇല്ല. പക്ഷേ ഈ ടെലിഫോൺ സംഭാഷണം ശ്രദ്ധിക്കുമ്പോൾ കേട്ട് കാണുമല്ലോ, ആ ടെലിഫോൺ സംഭാഷണം ശ്രദ്ധിക്കുമ്പോൾ അത് അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു പരാതിയോ ഇല്ലാതെ ഇത് അങ്ങനെ ഒരു സംഭവമാണെന്ന ജഡ്ജ്മെന്റിൽ നമ്മൾ എങ്ങനെ എത്തും എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒന്നാമതായി ഇത് ഇങ്ങനെ സംഭവിച്ചതല്ല, കേവലം ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ ഒരുക്കിയെടുത്ത ഒരു നാടകമാണ് എങ്കിൽ മന്ത്രി രാജിവെക്കാൻ പാടില്ലായിരുന്നു. മന്ത്രിയോട് രാജിവെക്കരുതെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് പറയണമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചാനൽ ചർച്ചകൾ വന്ന് ഉഴറാതെ ഉറപ്പോടുകൂടി പറയണമായിരുന്നു രാജിവെക്കരുതെന്ന്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ടീം ലീഡറായ മുഖ്യമന്ത്രി പറയണമായിരുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന്. മറ്റൊരു കാര്യം, ഇരയെന്ന് നമ്മൾ വിശേഷിപ്പിക്കും, ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇരയെന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത് മറുഭാഗത്തുള്ള ആ ആളിന് പുറത്തേക്ക് വരാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. എത്രയോ കേസുകളിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ പാനലിസ്റ്റുകളെ എല്ലാവരും പലപ്പോഴും ചർച്ചയിൽ പങ്കെടുത്തുന്നത് ഇരകളെ നിശബ്ദരാക്കുന്ന ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. അധികാര സ്വാധീനങ്ങൾ, ദുസ്വാധീനങ്ങൾ, പ്രലോഭനങ്ങൾ, ഭീഷണികൾ. അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കോ താങ്കൾക്കോ ഇപ്പോൾ കഴിയുന്നുണ്ടോ? ഇതിനൊക്കെ കുറ്റമറ്റൊരു അന്വേഷണം വേണം. ശരി, അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്കും തർക്കമില്ല. ശ്രീ ഉഴവൂർ വിജയൻ, ഇക്കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ശരിയാണ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കില്ല. കാരണം അതിൽ സ്വകാര്യതയുടെ പ്രശ്നമുണ്ട്, മന്ത്രിയുടെ സ്വകാര്യതയുണ്ട്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ സ്വകാര്യതയുണ്ട്, കുടുംബാംഗങ്ങളുടെ സ്വകാര്യതയുണ്ട്. ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് 100% സത്യസന്ധമായി ഇങ്ങനെയാണ് ഈ സംഭവം, ഇതിനെ വേറൊരു തരത്തിൽ ചിത്രീകരിക്കുകയാണ് എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ അതേസമയം ഒന്നുമില്ല എന്നും പറയാൻ കഴിയില്ല. മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അത്രയും സത്യസന്ധത അദ്ദേഹം കാണിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ഇനി എന്ത് എന്ന ആശയക്കുഴപ്പമാണോ മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചത്? ഇല്ല, യാതൊരു ആശയക്കുഴപ്പവും ഈ കാര്യത്തിലില്ല. അത് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി സ്വയം എടുത്ത ഒരു തീരുമാനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ബിന്ദു കൃഷ്ണ ഇവിടെ പറഞ്ഞു, എല്ലാവരും പറയുമ്പോൾ പറയുന്നത് എല്ലാവർക്കും പറയാം, അതിലൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞാനും അതിനിശ്ചിതമായിട്ട് UDFനെ വിമർശിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതേപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ഇതിലിപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ഒരു സ്ത്രീ പരാതിയായിട്ട് വന്ന് പരാതി കൊടുത്തതായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധിക്കാൻ പറ്റില്ല.
ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സ്ത്രീകൾ പറയുന്നത് അംഗീകരിക്കാനേ പറ്റത്തുള്ളൂ. ആ കാര്യത്തിലൊന്നും തർക്കമുള്ള വിഷയമല്ല. പക്ഷേ ഇത് ചെയ്ത കാര്യം ഇപ്പോൾ എല്ലാവരും പറയുന്നത് രാജിവെക്കേണ്ടതില്ലായിരുന്നു എന്ന് പ്രതിപക്ഷത്തുള്ളവരും പറയുന്നുണ്ട്. ഇപ്പൊ ബിന്ദു കൃഷ്ണയും പറഞ്ഞു എന്തിനാ രാജിവെച്ചതെന്ന്. രാജിവെച്ചില്ലാത്ത സ്ഥിതി എന്താ? ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രി എതിരെ പോകുന്നു, ആ പിന്നാലെ പോവുകയും അവിടെ ചെന്ന് സമരം ചെയ്യുകയും അവരെ തടയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ്സുകാർ വരും, മറ്റ് സംഘടനക്കാർ വരും, എല്ലാവരും വന്ന് ഇവിടെ ക്രമസമാധാനം തന്നെ തകർന്നിരിക്കുന്നു. ശരി, അതുകൊണ്ട് രാജി ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനുമില്ല. അദ്ദേഹം രാജി ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ശ്രീമതി ടി ബി മിനി, വളരെ പ്രശസ്തയായ ഒരു ചലച്ചിത്ര താരം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചലച്ചിത്ര മേഖലയിലും പുറത്തും ആളുകൾ ഈവൻ ജോലിക്ക് പോലും പ്രതിഫലമായി സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കാറുണ്ടെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ പൊതുപ്രവർത്തകരോ മന്ത്രിമാരോ ഒന്നും അവരെ തേടി വരുന്ന ഒരാളുടെ പക്കൽ നിന്ന് അങ്ങനെ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കില്ല എന്ന ഉറപ്പിൽ നമ്മൾ എങ്ങനെ എത്തും? ഇത് ഉഭയസമ്മതപ്രകാരമുള്ള പ്രണയമാണെന്ന നിഗമനത്തിൽ എങ്ങനെ എത്തും? ആ സംഭാഷണത്തിൽ നിന്ന് ഇതിൽ രണ്ട് വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക. പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ആ മാധ്യമത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ജെന്യൂനിറ്റി പുറത്തുവിടുക എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പം ഇത്രയ്ക്ക് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന തന്നെ പോലുള്ള ആളുകൾക്കും പോലും അതൊരു സംശയത്തിൻ്റെ നിഴലിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആ വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത്. എൻ്റെ കൺസേൺ അതല്ല. ഇപ്പോൾ നമ്മൾ ഈ ജെനുവിനായിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ 498A തന്നെ ലോ കമ്മീഷൻ പറഞ്ഞ കാര്യം അത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട സ്ത്രീകൾക്ക് അത് കിട്ടില്ല എന്നുള്ളതാണ്. ഈ നിയമത്തിൻ്റെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനിതിൽ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ മാതൃഭൂമി പത്രത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, പോലീസ് രാത്രി സമയത്ത് നമ്മളുടെ എല്ലാവരുടെയും ടെലിഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു എന്ന് വരുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു. ഈ വാർത്തയുടെ സോഴ്സ് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരത്തിൽ പൊതുപ്രവർത്തകരല്ല, കേരളത്തിലെ എല്ലാ വ്യക്തികളുടെയും ടെലിഫോൺ സംഭാഷണങ്ങൾ ആഫ്റ്റർ 11 PM അതാണ് അതിലത്തെ. അത് വലിയ തെറ്റാണ് പോലീസ് ചെയ്യുന്നത്. 11 മണിക്ക് ശേഷം എല്ലാ ആളുകളുടെയും ടെലിഫോൺ, അത് ഈ മൊബൈലായിക്കോട്ടെ, എല്ലാ ടെലിഫോൺ സംഭാഷണങ്ങളും നമ്മുടെ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഭയങ്കര ഭയം ഉണ്ടാക്കും നമുക്കില്ലേ. ആളുകളുടെ സ്വകാര്യത തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് വലിയ തെറ്റ് പോലീസിൻ്റെ ഭാഗത്ത് തന്നെയുണ്ട്. അവരുടെ സംബന്ധിച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടിയെന്ന് പറയുന്നത് വളരെ തെറ്റാണെന്ന് ഞാൻ കാണുന്നത്. ഇത് വേറെ കാര്യത്തിന് വേണ്ടിയാണ് പോലീസ് ഇത് ചെയ്യണമെന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. വേറെ രോഗമാണ്. അധികാരം ഉപയോഗിച്ച് രാത്രി കാലങ്ങളിൽ ഇത് ആസ്വദിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടെങ്കിൽ ഈ ചാനലിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ശരിയാണ് എന്ന് പറയുക എന്നുള്ളത്. അതാണല്ലോ ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ പറയാനുള്ളത്. ഞങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം പറയുന്നു, ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താൻ തുടങ്ങുകയാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കൂ, അതാണുള്ളത് പറയുന്നത്. പക്ഷേ ഞങ്ങൾ മഞ്ഞ വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നത് ശരിയായ ഒരു മാധ്യമ. അതാണ് താങ്കളുടെ നിരീക്ഷണം. അഡ്വക്കേറ്റ് ഷാ, ഇവിടെ പൗരന്മാരുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം നിസ്സാരമായ ഒന്നേ അല്ല. അതൊരു മന്ത്രിക്ക് സംഭവിക്കുന്നതോ പൊതുപ്രവർത്തകന് സംഭവിക്കുന്നതോ അല്ല. ഈ രാജ്യത്തെ പൗരന്മാരിൽ ആർക്കും സംഭവിക്കാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആളുകളുടെ ടെലിഫോൺ ചോർത്തുക. എങ്ങനെയാണ് ആളുകളുടെ ടെലിഫോൺ ചോർത്താൻ കഴിയുക? നമുക്കറിയാം, നിലവിലുള്ള ഇന്ത്യയിലെ നിയമപ്രകാരം അതിന് വലിയ പ്രൊസീജിയറുണ്ട്, അനുമതികളുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കാതെ നഗ്നമായി ആളുകളുടെ ടെലിഫോൺ സംഭാഷണങ്ങളും സന്ദേശങ്ങളും ചോർത്തുന്നുണ്ട് എങ്കിൽ അതിനുമേൽ വലിയ കടന്നുകയറ്റം ആളുകളുടെ സ്വകാര്യ ജീവിതത്തിന് മേൽ നടത്താനുണ്ടോ? ഈ ടെലിഫോൺ ചോർത്തുന്ന ഇഷ്യൂവും ഇന്ന് നടന്ന സംഭവവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ടെലിഫോൺ ചോർത്തുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ്, നമ്മുടെ പ്രൈവസിയിലുള്ള അറ്റാക്ക് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിട്ടിരിക്കുക. അത് ചോർത്തിയെടുത്തതാണോ അതോ ആ ഓഡിയോ ക്ലിപ്പിംഗ് ഒരാൾക്ക് കിട്ടിയ ആൾ കൊണ്ട് കൊടുത്തതാണോ, അവർ തന്നെ റെക്കോർഡ് ചെയ്തതാണോ എന്നൊക്കെ തീരുമാനിക്കണ്ടേ? ഇതൊന്ന് തീരുമാനിക്കാനൊന്ന് വെയിറ്റ് ചെയ്യൂ. അത് മന്ത്രിക്ക് കേട്ട അപ്രണ്ട് കേട്ട മൊമെൻറ്റിൽ അദ്ദേഹം അത് ഡിനേ ചെയ്യല്ല, അദ്ദേഹം രാജിവെക്കുക ചെയ്തത്.
ആ രാജിവെച്ചതിനൊരു റീസൺ ഉണ്ടാവും. അങ്ങനെ രാജിവെച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവിടെ നിന്ന് പറയാം ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫൈറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരു ഈ ടെലിഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് പല വാദങ്ങളും ഇത് എന്റെ ശബ്ദമല്ല, ഇത് മിമിക്രി ചെയ്ത് ചേർത്തതാണെന്ന് വരെ നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉയർത്തിയില്ല എന്നുള്ളതിനെ അദ്ദേഹം തന്നെയാണ് ആ സ്ത്രീ പരാതി പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുമായിരുന്നു, നിങ്ങൾ അവരോട് സംസാരിക്കൂ, അവർക്ക് അങ്ങനെ ഒരു കേസില്ല എന്ന് പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് അടിയുറച്ച് പറയാമായിരുന്നു. അദ്ദേഹത്തിന് അതിലൊരു ഉറപ്പില്ല. നാളെ അവർ കംപ്ലൈൻറ്റുമായിട്ട് വന്ന് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യേണ്ട, ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അവർ വന്ന് തിരിച്ചു പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി ഞാൻ രാജിവെക്കേണ്ടി വരും എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം രാജിവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് രാജി സ്വീകരിച്ചത്. ഞാൻ പറയുന്നത് സത്യം പുറത്തുനിന്ന് വന്നോട്ടെ, ആ വരുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ആക്ഷൻ എടുക്കുക. അദ്ദേഹം തന്നെ അത് പറഞ്ഞു, ഗവൺമെൻറ്റിനോട് പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചിട്ട് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമേ ഇപ്പം നമ്മൾ നടത്തുന്ന ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ. ആ റിപ്പോർട്ടിനകത്ത് മന്ത്രി ആരോ ട്രാപ്പ് ചെയ്തതാണെന്നും മന്ത്രിയുടെ പ്രൈവസിയിലേക്ക് കടന്നുകയറ്റമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് പറയാം. ആണോ അല്ലയോ എന്നൊന്ന് തീരുമാനിക്കാൻ വെയിറ്റ് ചെയ്യണം. റൈറ്റ്. ശ്രീ NP ചെക്കുട്ടി, ഇതൊരു ഹണി ട്രാപ്പിംഗ് ആണ് എങ്കിൽ ഒരു മന്ത്രിയുടെ പദവിയിൽ ഇരിക്കുന്ന ആളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനും അദ്ദേഹത്തെ കൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യിക്കാനും കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അത്ര ദുർബലമായ മനോനിലയിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം മന്ത്രിയായി തുടരാൻ പാടില്ലല്ലോ. മന്ത്രി രാജിവെച്ചിരിക്കുന്നു, ശരി, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരിക്കാം. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് 100% ബോധ്യമുണ്ടെങ്കിൽ ഒരാളും പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, രാജിയാകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ശശീന്ദ്രൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നിലപാട് എങ്ങനെ വേണം, എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇൻഡിവിജ്വലാണ് നിശ്ചയിക്കേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തോട് നിങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു അത് ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയിട്ടില്ല. ശശീന്ദ്രനോട് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കെതിരായിട്ട് വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് യുക്തമായ തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹം രാജിവെച്ചു. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, ഞാൻ അതിനെ വിമർശിക്കാനോ അതിനെക്കുറിച്ച്. പക്ഷേ പ്രശ്നം വരുന്നത് ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്ത അതിൻ്റെ സത്യസന്ധത ഉറപ്പാക്കുന്നത് അതിനെ തുടർന്ന് വരുന്ന ഫോളോ അപ്പ് വാർത്തകളിലൂടെയാണ്. ഒരു വിഷയം സമൂഹത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടരന്വേഷണം നടക്കേണ്ടതാണ്. അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പാടില്ല. ഈ സംഗതിയിൽ അങ്ങനെ ഒരു തുടരന്വേഷണം നടത്തുക എന്നുള്ളത് ഒന്നുകിൽ ആ മാധ്യമത്തിൻ്റെ ചുമതലയാണ്, തങ്ങളുടെ നിലപാടുകൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള മറ്റു വസ്തുതകളിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് അവർ പോകണം. അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അത് പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പൊതുസമൂഹം തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതല്ലെങ്കിൽ ഉണ്ടാകാവുന്നത് ഈ തരം പ്രവണതകൾ കൂടുതൽ വർദ്ധിച്ചു വരാനിടയുണ്ട്. അത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തന്നെ മാന്യതയെ സംബന്ധിച്ച്, അതിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തും. കാരണം മാധ്യമ പ്രവർത്തനം വളരെ മാന്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് വളരെ സമുന്നതമായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതിന് സാമൂഹികമായ മര്യാദകളുണ്ട്, സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് സ്ഥാപിത താല്പര്യങ്ങളുടെ മാത്രം ഒരു കേളി രംഗമാണ് മാധ്യമരംഗം എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതം വളരെ ചെറുതല്ല, വളരെ ഗുരുതരമായിരിക്കും. ആ ഒരു കാരണം കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി പരിശോധന നടത്തുന്ന ആവശ്യപ്പെടുന്നത്. അതല്ലാണ്ട് ശശീന്ദ്രൻ്റെ വ്യക്തിഗതമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെ ഗൗരവമായിട്ട് പരിഗണിക്കുക, അദ്ദേഹം തീരുമാനമെടുത്തു കഴിഞ്ഞു, ആ നിലയ്ക്ക് പോകട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ശരി, ശ്രീമതി ടി പാർവതി, ഇതൊരു പക്ഷേ ഒരു തുടക്കമാകാം. ആളുകൾക്ക് സ്വന്തം സ്വകാര്യത ഭഞ്ചിക്കപ്പെടുമോ, ഇതൊക്കെ ഒരു പൊതുവസ്തുവായി മാറുമോ എന്ന് ആശങ്കയോടുകൂടി മാത്രം കഴിയാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയോ? ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ ചെക്കുട്ടി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു ഇതൊരു വാടകയ്ക്കെടുത്ത ശബ്ദമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് തെളിവ് വേണം. ഞാൻ ഈ ഒരു കാര്യത്തിൽ ആ സംഭാഷണം പലവട്ടം കേട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ പ്രണയപൂർവ്വം അദ്ദേഹം പറയുന്നു എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പരിചയമുള്ളവരോട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഒരാളുടെ ഒരു ആവശ്യം പറയാൻ വരികയാണ്, അയാൾ മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് ഫോൺ കട്ട് ചെയ്യാമല്ലോ, അവർ കട്ട് ചെയ്യുന്നില്ല. ഈ ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞ വളരെ സാധാരണഗതിയിൽ നല്ല നിലപാടെടുക്കുന്നതാണ്. ഇത് രാഷ്ട്രീയമാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എനിക്ക് രാഷ്ട്രീയമില്ല.
ഞാൻ ഇടതും വലതിൻ്റെയും BJPയുടെയും ഒന്നും കൂടെ നിൽക്കുന്നില്ല എന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇത് ലൈംഗികമായ പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആ സ്ത്രീക്ക് കട്ട് ചെയ്യാം. ഒരുപാട് വർഷത്തെ അധ്വാനം കൊണ്ടാണ്, ഞാൻ ഓർക്കുന്നുണ്ട് സൂര്യനെല്ലി വിഷയത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് സ്ത്രീകൾ ട്രാപ്പിൽ പെടുത്താൻ വേണ്ടിയല്ല, ഗതികേടുണ്ട്, ഇവിടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പുരുഷന്മാര് ലൈംഗികമായി അപ്രോച്ച് ചെയ്യും, സെക്സ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കാൻ തുടങ്ങിയ വലിയ പാടാണ്. എല്ലാ പുരുഷന്മാരും അത് ചെയ്യും, കാരണം ഇവിടെ ലൈംഗികമായ ദാരിദ്ര്യമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഈ താല്പര്യമുണ്ട്. ആണും പെണ്ണും ഇക്കാര്യത്തിൽ വ്യത്യസ്തമൊന്നുമല്ല. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. ജോലി തരാമെന്ന് പറഞ്ഞ് 3 വർഷം നിരന്തരമായി മധ്യവയസ്കയെ പീഡിപ്പിച്ചു. അതൊരു പീഡനമൊന്നുമല്ല. ഒരു താല്പര്യത്തിന് എനിക്കൊരു കാര്യം കിട്ടുമെന്ന് പറഞ്ഞ് 3 വർഷം ഒരു സ്ത്രീക്ക് കിടന്നു കൊടുത്തു എന്ന് ഞാൻ പറയും. അതിനെ ഒരിക്കലും ഒരു സ്ത്രീ വിഷയമായി കണക്കാക്കാൻ പറ്റില്ല. ഒരു ഉപദ്രവിച്ചു, അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് പരാതി പറഞ്ഞു, അത് പീഡനമാണ്. പക്ഷേ നിരന്തരമായി ഒരു ആവശ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു വനിതാ പഴയ പോലെ അല്ല. ഇപ്പോൾ വനിതാ സെല്ലുണ്ട്, പരാതിപ്പെടാൻ സ്ഥലമുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ന്യായമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. എനിക്ക് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പരാതി പറയാൻ ഞാൻ ബാധ്യസ്ഥരാണ്. ഫസ്റ്റ് മെസ്സേജിൽ തന്നെ പരാതി പറയാൻ അവരുണ്ട്. എനിക്കൊരു നേട്ടം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് പിന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കാലത്തിലെ സ്ത്രീ പീഡനമായിട്ടും സ്ത്രീ വിഷയമായിട്ടും അത് സെക്യൂരിറ്റിയുടെ പ്രശ്നമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഗതികേട് അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ കാര്യത്തിന് വേണ്ടിയാണ്, അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉപദ്രവിക്കപ്പെട്ട് കൊല്ലുന്ന ഒരു നാടാണ് കേരളം. ഇവിടെ ഇങ്ങനെ മുതിർന്ന സ്ത്രീകൾ കാണിക്കുന്ന സ്വകാര്യമായ നേട്ടത്തിന് വേണ്ടി അവർ പിന്നാലെ പോയി ചെയ്തതിനെല്ലാം അനുഭവിക്കുന്നത് ഈ നല്ല കാര്യങ്ങൾ, ഈ ഗൗരവമുള്ള കേസുകളുടെ വില കുറയുകയും അതിനെ ഗൗരവമില്ലാതെ കാണുകയും ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ശ്രീ ചെക്കുട്ടി പറഞ്ഞതുപോലെ വാടകയ്ക്കെടുത്ത ശബ്ദങ്ങൾ കൊണ്ട് തെളിവുണ്ടാക്കി പുരുഷന്മാരെ സെക്സ് പറയും അല്ലെങ്കിൽ അവർ രാത്രി സംസാരിക്കുമെന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന മാധ്യമ ധർമ്മം ഞങ്ങൾക്ക് വേണ്ട, ഇതല്ല ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്ന് തുറന്നു പറയാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ കേരളം തയ്യാറാവണം. അല്ലെങ്കിൽ ഈ റേറ്റിംഗ് വാറിന് വേണ്ടി ഇതിനപ്പുറം സംഭവിക്കും. ഇന്ന് ഈ സീരിയലുകൾ ചെയ്യുന്നത് പോലെ ഇതിനേക്കാളും മോശമാവും കേരളത്തിലെ അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിഞ്ഞ് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറും. ഏറ്റവും നാണംകേട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം മുഴുവൻ കേരളത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇത് ഡൽഹി കഴിഞ്ഞാൽ സെക്സ് ക്യാപിറ്റൽ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ത് പീഡനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പരാതി ഉണ്ടെങ്കിൽ ഇതിന് നേരത്തെ അഡ്വക്കേറ്റ് ഷാ പറയുന്നത് കേട്ടു, ഇതിന് പിന്നെ അന്വേഷിക്കാൻ ഫോളോ അപ്പ് സ്റ്റോറിയുടെ സമയം കഴിഞ്ഞില്ലേ? നമുക്ക് തന്നെ അറിയാലോ, ഒരു മാധ്യമത്തിൽ ഒന്ന് കഴിഞ്ഞാൽ മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, മോശമായി പെരുമാറുന്ന ആൾ, അയാൾ എത്ര വലിയ ആൾ ആയിക്കൊള്ളട്ടെ, ഒഴിഞ്ഞു മാറാമല്ലോ. ഞാൻ ഒരു ഇരയുടെ പക്ഷത്തു നിന്ന് അല്ലാതെ സംസാരിക്കുകയല്ല. ഒരു കുഞ്ഞു പെൺകുട്ടിയെ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീ തന്നെ ആകട്ടെ ഒരാൾ കായികമായി ആക്രമിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അധികാരം ഉപയോഗിച്ച് ആക്രമിക്കുകയാണ് എങ്കിൽ ശരിയാണ്, പറ്റില്ല. പക്ഷേ ഈ സംഭാഷണത്തിൻ്റെ രീതി നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരു ഇരയും വേട്ടക്കാരനും എന്ന ദ്വന്ദ്ം ഇവിടെ ശരിയാകും എന്ന് തോന്നുന്നില്ല. എൻ്റെ ഒരു തോന്നലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് 2 പ്രണയിതാക്കളുടെ സംഭാഷണമായി കൂടെ എന്ന സംശയം താങ്കൾക്ക് തോന്നാത്തത്? അങ്ങനെയാണ് എങ്കിൽ ഇവരുടെ 2 പേരുടെയും അവകാശങ്ങളിൽ വലിയ കടന്നുകയറ്റം നടന്നിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമധർമ്മത്തിനപ്പുറത്തേക്ക് ചെയ്തു എന്ത് നടപടി എടുത്തു ഇവിടുത്തെ ഒരു സർക്കാർ? ഞാൻ ചോദിക്കുമ്പോൾ ശ്രീമതി പാർവതിക്കൊന്ന് രാഷ്ട്രീയമാണ്. അതെ, ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ അങ്ങേയറ്റം നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ. പലപ്പോഴും സ്ത്രീ പീഡനമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതത് സർക്കാരുകൾ വളരെ കർശന നടപടിയെടുക്കുമെന്ന് പറയാനെങ്കിലുള്ള മര്യാദ കാണിക്കും. ഇവിടെ അതുണ്ടാകുന്നില്ല. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു. ഇവിടെ ഈ പറയുന്ന വനിതാ സെല്ലും വനിതാ പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളപ്പോൾ തന്നെയാണ് പരാതി പറയാൻ ചെല്ലുന്നവരെ നിശബ്ദരാക്കിയ പ്രലോഭനങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും നിശബ്ദരാക്കിയതിന് ശേഷം ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും എല്ലാം ഒരേ വികാരത്തോടെ ഇറങ്ങി പുറപ്പെട്ട് അത് നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന ബോധ്യമെങ്കിലും മിനിമം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അവിടെ ഒരു മന്ത്രി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണെന്ന് ഞാൻ ചോദിക്കട്ടെ, മാധ്യമം പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ നിർവാഹമുള്ളൂ. ഹൈപ്പോത്തറ്റിക്കലായിട്ട് പ്രതികരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇവിടെയുള്ള സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. എവിടെ ഉറങ്ങാൻ പോകുന്നു? ഈ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുണ്ടോ? ഒരു വർഷത്തിനുള്ളിൽ 2 മന്ത്രിമാർ രാജിവെച്ച് പോകേണ്ടി വന്നു. ഒരാൾ ബന്ധു നിയമനത്തിന്റെ അഴിമതിയുടെ പേരിൽ, മറ്റൊരാൾ ലൈംഗിക അപവാദ കേസിൽ. അദ്ദേഹത്തിന് ആർജവമുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കും
കഴിയും? കേവലം ബ്ലാക്ക് മെയിലിംഗിന് അപ്പുറത്തേക്ക് ഇരയും വേട്ടക്കാരനും എന്ന് പറയുന്ന പ്രശ്നമാകുമ്പോൾ ആ ആളിനെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനില്ലേ? ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്യുക? ഇതൊന്നും കണ്ടുപിടിച്ചിട്ട് ഈ മാധ്യമം ചെയ്തത് തെറ്റാണ് എന്ന് ശ്രീമതി ടി ബി മിനി, ലൈംഗികതയെയും ലൈംഗിക കുറ്റകൃത്യത്തെയും രണ്ടായി കാണാൻ പോലും പക്വതയില്ലാത്ത ഒരു സമൂഹത്തോടാണോ നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ ഇതിൽ ബിന്ദു കൃഷ്ണയെ പോലുള്ള ആളുകൾ എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മളുടെ ഒരു കപട സദാചാര ബോധമാണ് ഇതിലേക്കൊക്കെ ചിന്തിപ്പിക്കുന്നത്. നമ്മളൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് കേരളമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമാണ്. പക്ഷേ ലോകത്ത് ഇത്രയും കപട സദാചാര ബോധമില്ല. ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇത്രയും ഗോപ്യമായ രീതിയിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു സൊസൈറ്റി യഥാർത്ഥത്തിൽ വേറെയില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ ഇത്തരം പീഡനങ്ങൾ ഇവിടെ കൂടുന്നതും. കാരണം ഇവിടെ ആ രീതിയിൽ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ ആൾ വിചാരിക്കുന്നത് എന്താ? ബിന്ദുകൃഷ്ണൻ തന്നെ പറയുന്നത് എന്താ? വിവാഹേതര ബന്ധം സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സ്ത്രീകൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് അല്ലാത്തൊരു ബന്ധത്തിലേക്ക് താല്പര്യമുണ്ട് എങ്കിൽ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല. അത് അവരവരുടെ താല്പര്യം. അതെ അതെ. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ അത് തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിൽ തെറ്റ് നമ്മൾ കാണേണ്ട കാര്യമില്ല. അതിൻ്റെ ഫോൺ സംഭാഷണം ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ആ സ്ത്രീ അറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനുണ്ട്, ഇനി അല്ല പോട്ടെ സുഹൃത്താണെങ്കിൽ പോലും അവരുടെ ഇഷ്ടമില്ലാതെ ഈ കാര്യങ്ങൾ മന്ത്രി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ്. ഇപ്പം എന്തിനു മന്ത്രി രാജിവെച്ചു എന്ന് ചോദിച്ചാൽ മന്ത്രി അടക്കമുള്ള ആ സൊസൈറ്റിയുടെ കപട സദാചാര ബോധമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് ഈ രാജി വെപ്പിച്ചത്. റൈറ്റ്. ഈ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ രാജിവെക്കാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് AK ശശീന്ദ്രൻ രാജിവെച്ചത് എന്നുള്ളതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഉചിതമായ ഉത്തരം. രാജിവെച്ചേ പറ്റൂ എന്ന മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, ആ സമൂഹത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അത്തരം മറ്റു തരത്തിലുള്ള സത്യസന്ധത പോലും അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ പറ്റില്ല. കാരണം സത്യസന്ധതയെ അദ്ദേഹം തന്നെ ഭയപ്പെടേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ടി ബി മിനി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ശ്രീമതി ടി പാർവതി, ശ്രീ NP ചേക്കുട്ടി, ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒപ്പം ശ്രീ ഉഴവൂർ വിജയൻ.